നമസ്സർവേഭ്യഃ. ഭഗവത്ഗീതയിലെ ഏറ്റവും അഗാധമായ തത്വങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അർജുനന്റെ മനസ്സിനെ ബാധിച്ച വിഷാദവും ഭയവും മാറ്റാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന പദപ്രയോഗങ്ങൾ കേവലം ഉപദേശങ്ങളല്ല, മറിച്ച് ജീവിതത്തിന്റെ പരമമായ സത്യങ്ങളാണ്. ഞാൻ നശിക്കുമോ, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ നശിപ്പിക്കുകയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന 19-20 ശ്ലോകങ്ങളിലൂടെ ആത്മാവിന്റെ അമരത്വത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. വായുവിനോ തീയിനോ തൊടാൻ കഴിയാത്ത ആ ഞാൻ എന്ന ചൈതന്യത്തെക്കുറിച്ച് കൃഷ്ണൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം ശ്ലോകം കേൾക്കാം. യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. വരികളുടെ അർത്ഥം നോക്കാം. യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം. യ ഏനം, യ ആര്, ഏനം ഇതിനെ, അതായത് ആത്മാവിനെ, വേത്തി അറിയുന്നുവോ, ഹന്താരം കൊല്ലുന്നവനായി, യശ്ചൈനം യഹ ച ഏനം, യഹ ച ആര്, ഏനം ഇതിനെ, മന്യതേ കരുതുന്നുവോ, ഹതം കൊല്ലപ്പെട്ടവനായി, ഉഭൗ തൗ ന വിജാനീതോ ന്യായം ഹന്തി ന ഹന്യതേ. ഉഭൗ രണ്ടുപേരും, തൗ അവർ, അതായത് അവർ രണ്ടുപേരും, ന ഇല്ല, വിജാനീതഃ അറിയുന്നില്ല, ന അയം ഇത് ഇല്ല, ഹന്തി കൊല്ലുന്നു, ഹന്യതേ ന ഹന്യതേ കൊല്ലപ്പെടുന്നില്ല, ഹന്യതേ കൊല്ലപ്പെടുന്നു. ഈ ആത്മാവ് മറ്റൊരാളെ കൊല്ലുന്നവനാണെന്ന് വിശ്വസിക്കുന്നവനും അതുപോലെ തന്നെ ഈ ആത്മാവ് മറ്റൊരാളാൽ കൊല്ലപ്പെടുന്നവനാണെന്ന് കരുതുന്നവനും ഒരുപോലെ തെറ്റായ ധാരണയിലാണ് ഉള്ളത്. ആ രണ്ടു കൂട്ടരും, അതായത് കൊല്ലുന്നവനെന്നും കൊല്ലപ്പെടുന്നവനെന്നും കരുതുന്നവർ സത്യം അറിയുന്നില്ല. കാരണം ഈ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ആത്മാവ് ഒരിക്കലും കൊല്ലപ്പെടുന്നുമില്ല. അടുത്ത ശ്ലോകം കേൾക്കാം. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ന ജായത്തെ മ്രിയത്തെ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ. ന ഇല്ല, ജായത്തെ ജനിക്കുന്നു, ന ജായത്തെ ജനിക്കുന്നില്ല, മ്രിയത്തെ ന മ്രിയതെ മരിക്കുന്നുമില്ല, വാ അല്ലെങ്കിൽ, കദാചിത്ത് ഒരിക്കലും, അയം ഇത്, അതായത് ഇവിടെ ഈ ആത്മാവ്, ഭൂത്വ ഉണ്ടായതിനു ശേഷം, ഭവിത ഉണ്ടാകാൻ പോകുന്നു, വാ അല്ലെങ്കിൽ ഭൂയഃ വീണ്ടും, അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അജഹ ജനനമില്ലാത്തവൻ, നിത്യഃ നിത്യമായവൻ, ശാശ്വതഃ മാറ്റമില്ലാത്തവൻ, അയം ഇവൻ, പുരാണഃ പുരാതനമായവൻ, അതായത് പണ്ടേയുള്ളത്, ഹന്യതേ കൊല്ലപ്പെടുന്നു, ഹന്യമാനേ കൊല്ലപ്പെടുമ്പോൾ, ശരീരേ ശരീരത്തിൽ. ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നുമില്ല. അതിന് ഭൂതകാലമോ ഭാവികാലമോ ഇല്ല. അത് എപ്പോഴും വർത്തമാനമാണെന്ന് സാരം. ജനനമില്ലാത്തവനും എന്നും നിലനിൽക്കുന്നവനും മാറ്റമില്ലാത്തവനുമായ ആത്മാവ് ശരീരം നശിക്കുമ്പോഴും നശിക്കാതെ ശേഷിക്കുന്നു. ജീവിതപാഠം: മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ ശരീരമല്ല, മറിച്ച്
നാശമില്ലാത്ത ആത്മാവാണ് താനെന്ന തിരിച്ചറിവിലൂടെ ഭയവും അഹങ്കാരവും വെടിഞ്ഞ് സമചിത്തതയോടെ കർമ്മം ചെയ്യുക. ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യത്തെ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യത്തെ ന ജായത്തെ മ്രിയത്തെ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണഃ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ. ഈ ശ്ലോകങ്ങളിലൂടെ ആത്മാവ് അമരമാണെന്ന് കൃഷ്ണൻ പറയുമ്പോൾ അത് അക്രമത്തെ ന്യായീകരിക്കാനല്ല എന്ന് നാം പ്രത്യേകം ഓർക്കണം. മറിച്ച് അനീതിക്കെതിരെ പോരാടുമ്പോൾ മനോധൈര്യം കൈവിടരുതെന്ന് അർജുനനെ ഓർമ്മിപ്പിക്കാനാണ്. ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് ധർമ്മത്തിന് വേണ്ടിയുള്ള നിലപാടാണ്. ആത്മാവ് മരിക്കില്ല എന്ന അറിവ് നമ്മെ ഭയത്തിൽ നിന്ന് മുക്തരാക്കി സ്വന്തം കടമകൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. സ്വാർത്ഥതയോ വെറുപ്പോ കാരണമുള്ള അക്രമം എപ്പോഴും തെറ്റാണെന്നും എന്നാൽ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നത് പരമമായ ധർമ്മമാണെന്നും ഗീത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ഈ വലിയ സത്യം തുണയാകട്ടെ. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ക്വിസ് എല്ലാവരും ചെയ്യുമെന്ന് കരുതുന്നു. ധന്യവാദ. ഹരേ കൃഷ്ണ.